ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ള ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാനിവിടെ കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങക്കായയാണ്. മുരിങ്ങക്കായയും കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായയും കിഴങ്ങും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. കിഴങ്ങും മുരിങ്ങക്കായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കായി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് കൂടി നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കുക. ലൈക്ക് അടിക്കുന്ന സമയത്ത് ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ ഇവിടെ കിഴങ്ങും മുരിങ്ങക്കായും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇവിടെ മിക്സ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് കുക്കായി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് കൂടി തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ താളിപ്പ് നമുക്ക് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണവും രുചിയുമുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.